നമ്മൾ ഫ്ലൈറ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിപ്പോൾ ഒന്ന് അതിൻ്റെ ബാക്കി വിവരങ്ങളൊന്ന് അറിയിച്ചു തരാം. ഓക്കെ, എടുക്കില്ലേ എടുക്കില്ലേ അതും പറഞ്ഞു അതിന്റെ മോളിൽ അനുസരിച്ച് എത്രയും പെട്ടെന്ന് ബാത്റൂം പണി കിട്ടില്ല. ആ ആരെ വരുമ്പോ ഗസ്റ്റൊക്കെ മോളാക്കല്ലോ, പൈസയും വേണോ. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റടിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ളത് നമ്മൾ തമിഴ്നാട്ടിലാണ്. നമ്മൾ വണ്ടി കിടക്കുന്നത് കേരളത്തിലാണ്, ബോർഡറിലാണുള്ളത്. ഓക്കെ, ഒന്ന് കാറ്റടി വീഡിയോ ഒക്കെ കാണിച്ചിട്ട് കാണുന്നുണ്ടോ? ഫുള്ള് ഇതൊക്കെ തമിഴ്നാടാണ് കേട്ടോ. താമസിക്കുന്ന എല്ലാം ഒരു ചേരിയായിട്ട് താമസിക്കുന്നുണ്ട്. താമസം അവിടെ 7 കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരമുണ്ട്. ഇവർ കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രം ഇവിടെ വരും. കേൾക്കുന്നില്ല. കൃഷികളെന്താ നമ്മളിപ്പോ നിൽക്കുന്ന സമുദ്രം 3500 അടി പൊക്കത്തില്ല. സമുദ്രം ഈ ചെറിയ തൈ പോലെ കാണുന്ന എല്ലാം തെങ്ങാണ്. ഈ മൊട്ട രീതിയിലിരിക്കുന്നതെല്ലാം പുളിമരങ്ങളാണ്. ചെറിയ ഈ പച്ച കളർ കണ്ടോ, പെയിന്റ് അടിച്ചിട്ട് അതായത് ചെറിയ പച്ചമുളക്, തക്കാളി അങ്ങനത്തെ ഈ കളർ കാണുന്നില്ല. അടുത്ത കൃഷിക്ക് വേണ്ടി നില ഒഴുതിട്ടേക്കുന്ന ഈ കാണുന്നൊരു അമ്പലമാണ്, അടിവാര അമ്പലം. ഇത് കന്നിമാസത്തിലെ ശനിയാഴ്ചകളിൽ മാത്രം നടക്കുന്നൊരു അമ്പലമാണ്. ഈ കാണുന്ന പാറയാണ് രാമക്കൽമേട് പേര് ആസ്പദമായ രാമക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. 400 വർഷം പഴക്കം. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 5 ദിവസം, ശനിയാഴ്ച മാത്രം. ഒരു വർഷത്തിന് 5 ദിവസം. ഈ തമിഴ്നാട് കടലായിരുന്നു രംഗനാഥൻ കോവിൽ. ഓക്കെ, രാമക്കൽമേട്ടിലുള്ള മീനാക്ഷി ക്ഷേത്രത്തിനോട് സാമ്യമുള്ള ഒരു ക്ഷേത്രമാണ്. ആ വെള്ള സൂം ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് വർഷത്തിൽ 5 ദിവസം മാത്രം തുറക്കും. അതാണ് രാമക്കൽമേട് വ്യൂ പോയിന്റ്. ശ്രീരാമൻ കാൽപാദം പതിഞ്ഞെന്നും ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞെന്നും അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണമായത്. രാമന്റെ കാൽപാദം പതിഞ്ഞ കല്ലെന്ന ഐതിഹ്യം ഉള്ളത് കൊണ്ടാണ് ഈ രാമക്കൽമേട് പേര് വരാൻ കാരണം. പക്ഷേ ഇത് തമിഴ്നാട്ടിലായിരിക്കുന്ന സംഭവം. തമിഴ്നാട് ഫോറസ്റ്റ് ജീപ്പ് എടുക്കുന്നത് കേരളത്തിലുള്ള ഈ കാണുന്നുണ്ടോ, ജീപ്പ് കാണുന്നില്ലേ? ആ ജീപ്പ് എടുക്കുന്ന കേരളത്തിന്റെ ബോർഡർ വഴിയാണ്. പുറത്ത് തമിഴ്നാട് ഹൈവേ. രണ്ട് മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചാണ്, കുറവൻ മലയും കുറത്തി മലയും. ആ മലയുടെ അവിടെ പോകണം. അതിന് തൊട്ടപ്പുറത്ത് ഒരു മഴമുഴക്ക് വേഴാമ്പലം.